നിവേദനം പറഞ്ഞു അല്ല അത് 2 പഞ്ചായത്തിൽ എംപിയുടെ ജോലിയുടെ അതൊന്നും ഇരട്ടിയുടെ ജോലിയെ നിവേദനം നൽകാനെത്തിയ വയോധികനെ അധിക്ഷേപിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചീപ്പ് ഷോ. MP എന്ന നിലയിൽ തൃശൂരിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് BJPയിൽ നിന്നടക്കം വലിയ വിമർശനമാണ് ഉയരുന്നത്. ഇതിനെ തുടർന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പുള്ളി സംഘടിപ്പിച്ച കലുങ്ക് വികസന സംവാദത്തിലാണ് വയോധികനെ അധിക്ഷേപിച്ചത്. നിവേദനം സുരേഷ് ഗോപിക്ക് നേരെ നീട്ടിയപ്പോൾ വാങ്ങാൻ വിസമ്മതിച്ചു. തുടർന്ന് അതൊന്നും ഒരു MP ജോലിയേ അല്ല, പോയി പഞ്ചായത്തിൽ പറയും എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. അതിൻ്റെ കാര്യം ഉണ്ടെങ്കിലല്ലോ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ നിർബന്ധിക്കാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ അവിടെ എനിക്ക് വളരെ വിഷമമായി. എനിക്ക് നമ്മൾ ഒരു ആവശ്യത്തിന് അത് മേടിച്ച് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് മേടിക്കുകയും കൂടി ചെയ്തില്ല. അപ്പോൾ അത് മേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. വേറെ കാര്യത്തിന് വന്നതാണ്. ഞാൻ അതിനെപ്പറ്റി പറയാനും പറ്റില്ല. എനിക്ക് പറയാൻ കുറേ കാര്യമുണ്ട്. അപ്പോൾ നമ്മളത് സദസ്സിൽ ഒരു മന്ത്രിനെ വിളിക്കുന്നതല്ലേ, ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ അങ്ങനെ വയോധികൻ നിവേദനവുമായി വരുമ്പോൾ മറ്റൊരാളും നിവേദനം നൽകാൻ തൊട്ടടുത്തെത്തിയിരുന്നു. എന്നാൽ വയോധികനെ സുരേഷ് ഗോപി അധിക്ഷേപിച്ചതോടെ തന്റെ കയ്യിലുള്ള നിവേദനം പിന്നിലേക്ക് ഒളിപ്പിച്ച് അദ്ദേഹം പിന്മാറി. സുരേഷ് ഗോപിയുടെ ഈ ഫ്യൂഡൽ മാടമ്പി ഷോ തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി. ഇതിനു മുൻപും സാമ്യമായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആളാവാൻ വരരുതെന്ന് മുൻപ് മാധ്യമപ്രവർത്തകയോട് ആക്രോശിച്ചതും ഇതേ ഷോ ഗോപിയാണ്. അഭിനയിച്ച കഥാപാത്രങ്ങളിൽ നിന്ന് ഇതുവരെ ഭൂമിയിലേക്ക് ഇറങ്ങാത്തൊരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന് പല തവണ തോന്നിയിട്ടുണ്ട്. BJP ഭരിക്കുന്ന അവിണിശ്ശേരി പഞ്ചായത്തിൽ മാത്രമാണോ MP ഫണ്ട് നൽകുക എന്ന വോട്ടറുടെ ചോദ്യത്തോട് അതേ പറ്റുന്നുള്ളൂ ചേട്ടാ എന്നായിരുന്നു MP മറുപടി. കോർപ്പറേഷനിൽ BJPയെ വിജയിപ്പിച്ചാൽ മാത്രമേ നഗരവികസനത്തിന് MP ഫണ്ടിൽ നിന്ന് പണം നൽകുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വലിയ വിമർശനമാണ് സുരേഷ് ഗോപിക്കെതിരെ ഉയരുന്നത്. ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകരുതാത്ത വാക്കുകളും ശരീരഭാഷയുമാണ് സുരേഷ് ഗോപിയുടേത്. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം മറന്ന് ഇപ്പോഴും സിനിമയിലെ ഭരത് ചന്ദ്രനായി ജീവിക്കുകയാണ് സുരേഷ് ഗോപി.